നമസ്കാരം. അശോകവനം എന്നെൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ, തൃശ്ശൂർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ പോകുന്നത് കുലദൈവങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ കുലദൈവങ്ങളെ പരിപാലിക്കേണ്ടത് ആരാണ്? നമ്മളാണ്. അതിനൊരു ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ല. ഒരു മാതാവ് ആഗ്രഹിക്കുന്നത് സ്വന്തം മകൾ അല്ലെങ്കിൽ മകൻ തന്നെ പരിപാലിക്കുന്ന, ആഹാരം തരിക, മരുന്ന് തരിക, തന്നെ പരിപാലിക്കുക. അതാണ് ഒരു മാതാവ് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരു ഹോം നേഴ്സിൻ്റെ ലാളിന് കിട്ടാൻ ഒരു മാതാവും ആഗ്രഹിക്കില്ല. നിങ്ങളുടെ കുലദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയണം. നിങ്ങളതിലേക്ക് മുന്നോട്ടിറങ്ങണം. ഓരോരുത്തരും മനുഷ്യരോട് കാട്ടുന്ന പോരും കുശുമ ഈശ്വരനോട് കാട്ടി നിങ്ങൾ കുടുംബം കുളം തോണ്ടരുത് എന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മക്കളാണെങ്കിൽ ആ ബെല്ല് ബട്ടണും ചുവന്ന ബട്ടണും അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണണം. എങ്കിലേ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുള്ളൂ. നമുക്ക് പോകാം. പറഞ്ഞു വന്നതിന് കുലദൈവങ്ങളെക്കുറിച്ചാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മളൊരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ എല്ലാവർക്കും വേണ്ടി ഒരു ദൈവമുണ്ട്, കുലദൈവം. നമ്മുടെ കാരണന്മാർ കൊണ്ടുവന്ന ദൈവങ്ങൾ. ഈ ദൈവങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ജോലിയുണ്ട്, ഇന്നത്തെ കാലത്ത് ജോലി എടുക്കാതെ ജീവിക്കാൻ പറ്റില്ല, തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദൈവങ്ങളെ ആരെങ്കിലും കയ്യിലേക്ക് ഇട്ടുകൊടുക്കാതെ നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ എല്ലാവരും ഒത്തൊരുമോട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. നമ്മളത് ഒരു സമയം ചിട്ടപ്പെടുത്തുക. ഒരാഴ്ചയിൽ ഇത്ര ദിവസം നീ വിളക്ക് വയ്ക്കുക, അത് കഴിഞ്ഞ ആഴ്ചയിൽ ഇത്ര ദിവസം നീ വിളക്ക് വയ്ക്കുക. അതൊക്കെ ചിട്ടപ്പെടുത്തി വിളക്ക് മുടക്കില്ലാതെ നമ്മൾ നമ്മുടെ ദൈവങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക. വെച്ചാരാധന, വെച്ചനേദ്യം, നിവേദ്യം, അതുപോലെ കലശം, അതേപോലെ വീത്, ഇതൊക്കെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ മാസത്തിലൊരിക്കലോ ആഴ്ചയിലോ മാസത്തിലോ കൊല്ലത്തിലോ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്തു പോകുക. നമ്മുടെ ദൈവത്തെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ നമ്മൾ പരിപാലിച്ചു കൊണ്ടുവരിക. അതിനെല്ലാവരും മുതിർന്നു വരണം. ഇന്ന് പല കുടുംബക്ഷേത്രങ്ങളും വഴക്കും അടിയുമായിട്ട് ആർക്കും വിട്ടുകൊടുക്കാണ്ട് ചിലവർ പിടിച്ചു വെച്ച് കുറച്ച് ദൈവം ഒരുത്തൻ്റോടെ ഇരിക്കണു, മറ്റൊരു കുറച്ച് ദൈവം മറ്റവൻ്റോടെ ഇരിക്കണു. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കുലം നശിച്ച് വെണ്ണൂറ് തൂളിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കുലദൈവത്തെ ആരാധിക്കാൻ പഠിക്കൂ ആദ്യം. എന്നാൽ സർവ്വ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്കൊന്ന് ഭവിക്കും. നിങ്ങൾ വിചാരിച്ച പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യത്തിലെത്താൻ കഴിയും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഓടിപ്പോയി കുറേ മന്ത്രവാദിനെ കൊണ്ടുവന്നു കർമ്മ അറിയണോ, വാളെടുത്തവനൊന്നുള്ള കാരണമല്ല. മന്ത്രവാദി എന്നൊക്കെ പറഞ്ഞ സ്ഥിതി ലഭിച്ചവനാവണം. അല്ലാത്തവർ വന്നിട്ട് എന്തെങ്കിലും കാട്ടിയിട്ട് പോയി അത് അതിലും വലിയ ദോഷമായി തീരും. അതുകൊണ്ട് ഒന്ന് തുമ്പമണിക്കും ജ്യോതിഷനെയോ മന്ത്രവാദികളോ ഒന്നും പോയി കാണാതെ നമ്മുടെ ദൈവത്തെ നമ്മൾ സന്തോഷിപ്പിക്കാനുള്ള വഴി എന്താണെന്ന് കണ്ടെത്തി ആ വഴിക്ക് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ വീണ്ടും നിങ്ങളോട് ഞാൻ പറയുകയാണ്. നമ്മുടെ കുലദൈവം നമ്മുടെയാണ്, നമ്മുടെ സ്വന്തമാണ്. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിങ്ങളവരെ വലിയ രീതിയിലൊന്നും ആരാധിക്കണ്ട. ഒരു പിടി മലരുള്ളെങ്കിൽ അത് കൊടുത്തോളൂ, അത് കഴിച്ചവരും തൃപ്തരാണ്. പക്ഷേ നിങ്ങളവർക്ക് വിളക്കില്ല, തിരിവില്ല, ജലമില്ലാതെ ഇട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കുലദൈവങ്ങൾ അന്നം മുടിഞ്ഞ് എവിടെയെങ്കിലും കിടക്കണമെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പഠിക്കുക. നമ്മുടെ കുലം നിലനിർത്തി കൊണ്ടുപോകുന്നത് നമ്മുടെ കുലദൈവങ്ങളാണ്. അവരെ പ്രസാദിക്കണം. അവരെ പ്രസാദിപ്പിച്ചാലേ അവർ നമ്മളെ അനുഗ്രഹിക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാവർക്കും
മനസ്സിലായി എന്ന് കരുതുന്നു. അതുകൊണ്ട് കുടുംബക്ഷേത്രം, കുലദൈവങ്ങൾ അവരെ ആരാധിക്കുക, നിങ്ങൾ തന്നെ ആരാധിക്കൂ. നിങ്ങൾ മറ്റുള്ളവരൊന്നും സമീപിക്കണ്ട. കാരണം അമ്മ ആഗ്രഹിക്കുന്നത് മക്കളുടെ കയ്യിൽ നിന്നിട്ടും ലാളിനെ കിട്ടാനും ഭക്ഷണം കിട്ടാനാണ്, അല്ലാണ്ട് കോമ്പിനേഷൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനല്ല. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്ക് സർവ്വ ഗുണം ഉണ്ടാവും, ഇല്ലെങ്കിൽ സർവ്വനാശം ഉണ്ടാവും. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സുഖസന്തോഷമായിരിക്കും.